ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 5ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ പാഠഭാഗം ഒറ്റയുള്ളൊരു ജീവിയും അഥവാ ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ 5ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ പാഠഭാഗമാണ് ഒറ്റയുള്ളൊരു ജീവിയും, അതായത് ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന പാഠഭാഗം. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇവിടെ പാഠഭാഗത്തിന്റെ തുടക്കത്തിലായി തന്നെ ഒരു മനോഹരമായൊരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ. ഈ ചിത്രത്തില് ഒരു പക്ഷിയുണ്ട്. ഈ പക്ഷിയുടെ പേരെന്താണ്? ഈ പക്ഷി ഏത് പക്ഷിയാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് ഏത് പക്ഷിയാണ്? ഇത് പൊന്മാൻ അഥവാ കിങ് ഫിഷർ ആണ് അല്ലെ. ഈ പക്ഷി കിങ് ഫിഷർ അഥവാ പൊന്മാൻ ആണ്. എന്താണ് ഈ പൊന്മാനെ കുറിച്ച് അല്ലെങ്കിൽ ഈ കിങ് ഫിഷറിന്റെ പ്രത്യേകതകളെ കുറിച്ച് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. അപ്പൊ പൊന്മാൻ എവിടെയാണ് താമസിക്കുന്നത്? നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. അതായത് ദ കിങ് ഫിഷർ ലീവ്സ് ഇൻ ബോറോസ് ഓൺ റിവർ ബാങ്ക് ഓർ നിയർ പോൺസ് അല്ലെ. അതായത് റിവർ ബാങ്ക് അത് നദീതീരത്തോ അഥവാ കുളക്കരയിലോ നിയർ പോൺസിന് അരികിലുള്ള എവിടെ? ബോറോസിൽ അല്ലെ. അതായത് ആ മാളങ്ങളിലാണ് ആര് താമസിക്കുന്നത്? കിങ് ഫിഷർ താമസിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള വാട്ടർ സോഴ്സസിന്റെ അഥവാ ജലസ്രോതസ്സുകളുടെ സമീപത്ത് തന്നെ താമസിക്കാനുള്ള കാരണം? അതായത് ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായിട്ട് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ കിങ്ഫിഷർ ആഹാരമാക്കുന്ന എന്തിനെയാണ്? മീനിനെയാണ് അല്ലെ. അപ്പൊ മീൻ പിടിക്കാൻ സൗകര്യത്തിനാണ് ഇത്തരം സ്ഥലങ്ങൾ അത് തെരഞ്ഞെടുക്കുന്നത്. They mostly choose places near water sources where they can fish അല്ലെ. നമുക്ക് ഫിഷിനെ പിടിക്കാനായിട്ട് സൗകര്യമുള്ള വാട്ടർ സോഴ്സസ് ആണ്, അത്തരം പ്ലേസ് ആണ് അവർ എന്ത് ചെയ്യുന്നത്? ചൂസ് ചെയ്യുന്നത്. അടുത്ത നോക്കൂ, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ. ഈ പിക്ചർ എന്തിന്റെയാണ് നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത് എന്താണ്? ഒരു ആടാണ് അല്ലെ, ഒരു ഗോട്ടാണ്, ഒരു ആടാണ്. അതായത് ആട് പ്രധാനമായിട്ടും കഴിക്കുന്ന ഭക്ഷണം എന്താണ്? അത് ഗ്രാസ്, ലീവ്സ്, ഗ്രെയിൻസ് അല്ലെ. അതായത് എന്തൊക്കെയാണ് കഴിക്കുന്നത്? പുല്ല് കഴിക്കും, അതേപോലെ തന്നെ എന്താണ്? ഇലകൾ കഴിക്കും, പിന്നെ എന്താണ്? ധാന്യങ്ങൾ കഴിക്കും അല്ലെ. അതായത് പ്ലാവില കഴിക്കും, പഴത്തൊലി കഴിക്കും, ധാന്യങ്ങൾ കഴിക്കും. ഇതെല്ലാം എന്ത് കഴിക്കാറുണ്ട്? ആട് കഴിക്കാറുണ്ട്. അപ്പോ പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ. അപ്പൊ ഒരു ജീവി തന്നെ എന്ത് ചെയ്യാറുണ്ട്? പലതരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കാറുണ്ട്. അപ്പോ സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് എഴുതി നോക്കിയാലോ. സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? മാൻ, പുൽച്ചാടി, മുയൽ, പശു, ആട്, ആന അല്ലെ. അപ്പോ സസ്യഭാഗങ്ങൾ അതായത് പാർട്സ് ഓഫ് പ്ലാന്റിന്റെ പാർട്സ് ഫീഡ് ചെയ്യുന്ന ക്രിയേച്ചേഴ്സ് ഏതൊക്കെയാണ്? അതായത് വിച്ച് ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ പാർട്സ് ഓഫ് പ്ലാന്റിന്റെ പാർട്സ് അതായത് സസ്യഭാഗങ്ങൾ ഫീഡ് ചെയ്യുന്ന ആഹാരമാക്കുന്ന ക്രിയേറ്റേഴ്സ് അഥവാ ജീവികൾ ഏതൊക്കെയാണ്? ഡെയർ, റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ, കൗ, ഗോട്ട്, എലിഫന്റ് അല്ലെ. ഇങ്ങനെ കൂട്ടുകാർക്ക് അറിയാവുന്ന എല്ലാ ജീവികളുടെ പേരും ഇവിടെ എഴുതി ചേർക്കാട്ടോ. ഇവിടെ നോക്കൂ, അടുത്തൊരു മനോഹരമായ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ. ഈ ചിത്രത്തില് എന്തെല്ലാമാണ് ഉള്ളത്? ഈ ചിത്രത്തില് എന്തൊക്കെയുണ്ട്? തവളയുണ്ട് അല്ലെ, പിന്നെന്താണ്? പാമ്പുണ്ട്, പുഴുണ്ട്, ഞണ്ട്, കാക്ക, ആമ, പുൽച്ചാടി, കൊക്ക്, ഒച്ചുകളുണ്ട്, തുമ്പിയുണ്ട് അല്ലെ. അപ്പൊ ഈ പിക്ചറില് ഇങ്ങനെ ഒത്തിരി ജീവികളെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ എന്തൊക്കെയാണുള്ളത്? ഫ്രോഗ് ഉണ്ട്, സ്നേക്ക് ഉണ്ട്, വോം, ക്രാബ്, ക്രോ, ടോർട്ടൈസ് ഉണ്ട്, ഗ്രാസ് ഹോപ്പർ, ക്രെയിൻ, സ്നെയിൽ, ഡ്രാഗൺ ഫ്ലൈ അല്ലെ. ഇങ്ങനെ ഒത്തിരി ജീവികൾ ഈ പിക്ചറിൽ ഉണ്ട്. ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാമാണ്? അതായത് വിച്ച് ഓഫ് ദീസ് ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ പ്ലാന്റ്സിനെ ഫീഡ് ചെയ്യുന്ന സസ്യങ്ങളെ ആഹാരമാക്കുന്ന ക്രിയേച്ചേഴ്സ് ജീവികൾ ഏതെല്ലാമാണെന്ന് നോക്കിയേ. സ്മോൾ ഫിഷസ് അല്ലെ, ചെറുമീനുകൾ, പിന്നെ ഏതാണ്? ഗ്രാസ് ഹോപ്പർ, പിന്നെ ഏതാണ്? വോം അല്ലെ. ഇതെല്ലാം എന്താണ്? സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികളാണ്. അപ്പോ ഈ ചിത്രത്തിലെ അവ തമ്മിൽ ഒരു പരസ്പര ബന്ധം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓരോന്നും എങ്ങനെയാണ് മറ്റൊന്നിനെ ആഹാരമാക്കുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ വലിയ മീനുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ മീനുകളെ ആഹാരമാക്കുന്നുണ്ട് അല്ലെ. അതായത് ഇവിടെ
small fishes feed on plants, large fishes feed on small fishes. അതായത് ചെറിയ മീനുകൾ എന്തിനെയാണ് ഫീഡ് ചെയ്യുന്നത്? പ്ലാന്റ്സിനെയാണ് അല്ലെ, സസ്യങ്ങളെയാണ് ചെറിയ മീനുകൾ കഴിക്കുന്നത്. ലാർജ് ഫിഷസ് എന്ത് ചെയ്യുന്നു? ഈ ചെറു മീനുകളെ കഴിക്കുന്നു. ലാർജ് ഫിഷസ് ഈ ചെറു മീനുകളെ കഴിക്കുന്നു. അതേപോലെ തന്നെ ഈ ഫിഷിനെ ആര് കഴിക്കും? ക്രെയിൻ കഴിക്കും അല്ലെ. ആരെ കഴിക്കുക? കൊക്കുകള് മീനിനെ ആഹാരമാക്കുന്നു. അപ്പൊ ഇതുപോലെയുള്ള ഒരു ചെയിൻ എങ്ങനെ നമുക്ക് ഇവിടെ എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ വയലിലുള്ള മറ്റു ജീവികളെയും ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ സസ്യം അഥവാ പ്ലാന്റിനെ കഴിക്കുന്ന ആരൊക്കെയാണ്? സ്മോൾ ഫിഷ്, പിന്നെ ആരാണ്? ഗ്രാസ് ഹോപ്പർ, വോം അല്ലെ. ഇവരൊക്കെ എന്തിനെയാണ്? പ്ലാന്റ്സിനെ കഴിക്കുന്നുണ്ട്. ഇനി ഇവിടെ ചെറുമീൻ അഥവാ സ്മോൾ ഫിഷസിനെ ആരാണ് കഴിക്കുന്നത്? ലാർജ് ഫിഷ് കഴിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ സ്മോൾ ഫിഷസിനെ അഥവാ ചെറുമീനിനെ ലാർജ് ഫിഷ് അഥവാ വലിയ മീൻ കഴിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഗ്രാസ് ഹോപ്പർ അഥവാ പുൽച്ചാടിയെ ആരാണ് കഴിക്കുന്നത്? ഫ്രോഗ് കഴിക്കുന്നുണ്ട് അല്ലെ. പുൽച്ചാടിയെ ഫ്രോഗ് കഴിക്കുന്നുണ്ട്. ഇനി പുഴുവിനെ അഥവാ വോമിനെ ആരാ കഴിക്കുന്നത്? ക്രോ കഴിക്കുന്നുണ്ട് അല്ലെ. ക്രോ കഴിക്കുന്നുണ്ട്. ഇനി ഇവിടെ നോക്കൂ, ഈ ലാർജ് ഫിഷിനെയും ഫ്രോഗിനെയും ആര് കഴിക്കുന്നുണ്ട്? കൊക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ. അതായത് ക്രെയിൻ കഴിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ഫുഡ് റിലേഷൻ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു ഫുഡ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടു മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികളൊക്കെ എന്തിനെയാണ് ഫീഡ് ചെയ്യുന്നത്? എന്തിനെയാണ് കഴിക്കുന്നത്? സസ്യങ്ങളെയാണ് ആഹാരമാക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ജീവികളെ ആരൊക്കെയായിരിക്കും ആഹാരമാക്കുന്നത്? ഒന്ന് എഴുതി നോക്കിയാലോ. അപ്പൊ ഇവിടെ സസ്യം അഥവാ പ്ലാന്റിനെ കഴിക്കുന്ന ആരൊക്കെയാണ്? ഡിയർ കഴിക്കുന്നുണ്ട്, റാബിറ്റ് കഴിക്കുന്നുണ്ട്, ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ മാനിനെ കഴിക്കുന്ന ആരാണ്? സിംഹം അല്ലെ. ആരാണ്? ലയൺ എന്ത് ചെയ്യുന്നുണ്ട്? ഡിയറിനെ മാനിനെ കഴിക്കുന്നുണ്ട്. ഇനി മുയലിനെ ആരാണ് കഴിക്കുന്നത്? കടുവ അല്ലെ. ടൈഗർ കഴിക്കുന്നുണ്ട്. ഇനി ആരാണ്? പുൽച്ചാടി അഥവാ ഗ്രാസ് ഹോപ്പറിനെ ആരാണ് കഴിക്കുന്നത്? തവള അഥവാ ഫ്രോഗ് കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്ലാന്റ്സ് കഴിക്കുന്ന മൃഗങ്ങളെ അല്ലെങ്കിൽ പ്ലാന്റ്സ് കഴിക്കുന്ന ആ ജീവികളെ മറ്റു ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്? കഴിക്കുന്നുണ്ട്. അപ്പൊ ഇതും ഇവിടുത്തെ ഒരു ഫുഡ് ആയിട്ട് റിലേഷൻ ആയിട്ട് പറയാം. അപ്പൊ ഇങ്ങനെ ഭക്ഷണത്തിനായിട്ട് ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ ജീവികളുടെ ഈ ഒരു പരസ്പര ബന്ധത്തെ ഒരു പേര് പറയും. അതാണ് എന്താ? ഫുഡ് വെബ് അഥവാ ആഹാര ശൃംഖലാജാലം എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ എന്താണ് ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ് എന്ന് പറയുന്നത്? ആഹാരത്തിനായി ജീവികൾ പരസ്പരം എന്ത് ചെയ്യുന്നു? ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെയാണ് എന്തെന്ന് പറയുന്നത്? ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്? ലിവിങ് ബീയിങ്സ് ഡിപെൻഡ്സ് ഓൺ വൺ അനദർ ഫോർ ഫുഡ് അല്ലെ. ഒരെണ്ണം എന്ത് ചെയ്യുന്നു? മറ്റൊന്നിനെ ഫുഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നു. ദിസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ്. ഈ ഒരു ഇന്റർ റിലേഷൻഷിപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ആ ജീവികളെല്ലാം തന്നെ എവിടെയുള്ളതാണ്? കരയിലുള്ളതാണ്, ലാൻഡിലുള്ളതാണ് അല്ലെ. ഇനി നമുക്ക് കടലില് സീയിലുള്ള ഫുഡ് വെബ് അഥവാ ജീവികൾ എങ്ങനെയാണ് പരസ്പരം ഭക്ഷണത്തിനായിട്ട് ആശ്രയിക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ കുറെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ. ഈ പിക്ചറിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കൂ. സ്രാവ് അതായത് ഷാർക്ക് അല്ലെ. ഷാർക്ക് ഉണ്ട്. പിന്നെ എന്താണുള്ളത്? സാർഡൈൻ അല്ലെ. മത്തി ഉണ്ട്. പിന്നെ എന്തുണ്ട്? സ്മോൾ ഫിഷസ് ഉണ്ട്. പിന്നെ എന്താണുള്ളത്? കടലാമ അഥവാ സീ ടർട്ടിൽ അല്ലെ. സീ ടർട്ടിൽ ഉണ്ട്. പിന്നെ എന്താണുള്ളത്? പ്ലവകങ്ങൾ അഥവാ പ്ലാങ്ക്ടൺ ഉണ്ട് കേട്ടോ. ഈ പ്ലാങ്ക്ടൺ അഥവാ പ്ലവകങ്ങൾ എന്ന് പറയുന്നത് ജലാശയങ്ങളിൽ സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാങ്ക്ടൺ അഥവാ പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? സീയിൽ അല്ലെ, കടലിലാണ് കാണപ്പെടുന്നത്. അപ്പോ ഇവിടെ കുറെ ജീവികളെ തന്നിട്ടുണ്ട്. അവയെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവ ആഹാരമാക്കുന്ന ഇതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ആഹാര ശൃംഖലാജാലം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയേ ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. അപ്പോ ഇവിടത്തെ ആഹാര ശൃംഖലാജാലം എങ്ങനെ എഴുതാം? അത് ഫുഡ് ചെയിൻ എങ്ങനെ എഴുതാമെന്ന് നോക്കൂ.
അതായത് ഇവിടെ പ്ലാങ്ക്ടൺ അല്ലെ, ഇവിടെ പ്ലാന്റ് ആയിട്ടുള്ളത് പ്ലാങ്ക്ടൺ ആണ് അല്ലെ. പ്ലാങ്ക്ടൺ അഥവാ പ്ലവകങ്ങൾ. ഈ പ്ലവകങ്ങളെ അല്ലെങ്കിൽ പ്ലാങ്ക്ടണിനെ ആരാണ് കഴിക്കുന്നത്? ചെറുമീനുകൾ അഥവാ സ്മോൾ ഫിഷസ് കഴിക്കും. ഈ സ്മോൾ ഫിഷസിനെ ആര് കഴിക്കും? ആരാ കഴിക്കുക? സാർഡൈൻ അതായത് മത്തി അല്ലെ. ഈ ചെറു മത്സ്യങ്ങൾ ആര് കഴിക്കും? സാർഡൈൻ അഥവാ മത്തി കഴിക്കും. ഇനി അടുത്തൊരു ഫുഡ് ചെയിൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയേ. അതായത് ഈ പ്ലാങ്ക്ടൺ അഥവാ പ്ലവകങ്ങൾ. പ്ലവകങ്ങളെ ആര് കഴിക്കും? സാർഡൈൻ അഥവാ മത്തി. മത്തി എന്ന് പറയുന്ന മീൻ കഴിക്കും. ഈ മത്തിയെ ആര് കഴിക്കും? ഷാർക്ക് അഥവാ സ്രാവ് കഴിക്കും അല്ലെ. മത്തിയെ ഷാർക്ക് അഥവാ സ്രാവ് കഴിക്കും. അപ്പൊ അതൊരു ഫുഡ് ചെയിൻ ആയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത് തരണം എങ്ങനെ എഴുതാന്ന് നോക്കിയേ. അതായത് ഇവിടെ പ്ലാങ്ക്ടൺ അല്ലെ. പ്ലാങ്ക്ടണിനെ ആര് കഴിക്കും? സ്മോൾ ഫിഷസ് കഴിക്കും. സ്മോൾ ഫിഷസിനെ ആരാണ് കഴിക്കുന്നത്? സ്മോൾ ഫിഷസിനെ കണവ ട്ടോ, കണവ അഥവാ സ്ക്വിഡ്, കണവ അഥവാ സ്ക്വിഡ് കഴിക്കും. ഇനി അതേപോലെ തന്നെ സ്ക്വിഡിനെ ആര് കഴിക്കും? സ്ക്വിഡിനെ കഴിക്കുന്നത് ആരാണ്? ഷാർക്ക് അഥവാ സ്രാവ് കഴിക്കും ട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു റിലേഷൻ ഇതിൽ നിന്ന് ഉണ്ടാക്കാം. ഇനി അടുത്തൊരു റിലേഷൻ എങ്ങനെ എഴുതാം? പ്ലാങ്ക്ടൺ. പ്ലാങ്ക്ടണിനെ ആര് കഴിക്കും? ഈ ഫിഷസ് കഴിക്കും അല്ലെ. പ്ലാങ്ക്ടണിനെ ഫിഷസ് അഥവാ മത്സ്യങ്ങൾ കഴിക്കും. ആ മത്സ്യങ്ങളെ ആര് കഴിക്കും? സീ ടർട്ടിൽ ട്ടോ. സീ ടർട്ടിൽ അഥവാ കടലാമ കഴിക്കും. ഈ കടലാമയെ ആര് കഴിക്കും? ഷാർക്ക്. ഷാർക്ക് അഥവാ സ്രാവ് കഴിക്കും. അപ്പൊ ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഒത്തിരി ഫുഡ് ചെയിനുകൾ നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കും ട്ടോ. കൂട്ടുകാർ കൂടുതലായിട്ട് എഴുതി നോക്കാം. അടുത്തത് നോക്കൂ, ഇവിടെ മനോഹരമായൊരു അടുത്തൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ. ഇതിന് താഴെ ഒരു ചോദ്യവും ഉണ്ട്. അപ്പോ ഈ ഇതൊരു കുളത്തിന്റെ പിക്ചറാണ്, ഒരു പോണ്ടിന്റെ പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു കുളത്തിന്റെ ചിത്രമാണ്. അപ്പൊ ഇവിടെ ഈ കുളത്തിൽ എന്തുണ്ട്? മത്സ്യങ്ങളുണ്ട് അല്ലെ, മീനുകളുണ്ട്, ഫിഷസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഈ മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? അപ്പോ വാട്ട് കോമ്പണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? അതായത് ഈ മത്സ്യത്തിന്, ഫിഷിന് സർവൈവ് ചെയ്യാനായിട്ട്, അതായത് നിലനിൽക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്? അതായത് ഒരു ജീവിക്ക് നിലനിൽക്കണമെങ്കിൽ അത്യാവശ്യമായിട്ട് എന്ത് വേണം? സൺലൈറ്റ് വേണം, പിന്നെ എന്ത് വേണം? ഓക്സിജൻ വേണം അല്ലെ. അതൊക്കെ തന്നെയാണ് ഇവിടെയും ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്തൊക്കെ നമുക്ക് എഴുതി നോക്കാം. സൺലൈറ്റ് അഥവാ സൂര്യപ്രകാശം വേണം അല്ലെ. പിന്നെ എന്താണ്? ഭക്ഷണം കഴിക്കണ്ടേ? അപ്പൊ എന്ത് വേണം? അക്വാട്ടിക് പ്ലാന്റ്സ് അഥവാ ജലസസ്യങ്ങൾ വേണം. പിന്നെന്താ വേണ്ടത്? വാട്ടർ വേണം അല്ലെ, ജലം വേണം. പിന്നെന്ത് വേണം? ഓക്സിജൻ വേണം. പിന്നെന്ത് വേണം? മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മാണുക്കൾ വേണം. പിന്നെ വോംസ്, വിരകൾ വേണം. പിന്നെ ഫേവറബിൾ ടെമ്പറേച്ചർ, അനുകൂലമായ താപനില വേണം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മത്സ്യത്തിന് എന്ത് ചെയ്യാം? അവിടെ ജീവിച്ചു പോവാം, അവിടെ സർവൈവ് ചെയ്യാം കേട്ടോ, ജീവിച്ചു പോവാനായിട്ട് സാധിക്കും. അപ്പോ ഇവിടെ തന്നിരിക്കുന്ന ഈ പോണ്ടിലെ, ഈ കുളത്തിലെ കോമ്പണൻസ് അഥവാ ഘടകങ്ങളെ തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ തരംതിരിക്കണം? ലിവിങ് തിങ്സ് എന്നും നോൺ ലിവിങ് തിങ്സ് എന്നും, ജീവനുള്ളവയെന്നും ജീവനില്ലാത്തവയെന്നും നമുക്കിവിടെ തരംതിരിച്ചെഴുതണം. എങ്ങനെ എഴുതാന്ന് നോക്കിയേ. ഇതിൽ ജീവനുള്ളവ ഏതൊക്കെയാണ്? ഈ കുളത്തിലെ ജീവികളിൽ, അതായത് കുളത്തിലെ മറ്റു ജീവികൾക്ക് നിലനിൽക്കാൻ എന്ത് വേണം? ഈ ഘടകങ്ങളൊക്കെ ആവശ്യമാണ് അല്ലെ. അപ്പൊ കുളത്തിലെ ആ ഘടകങ്ങൾ എങ്ങനെ നമുക്ക് തരംതിരിച്ച് പട്ടികപ്പെടുത്താം എന്ന് നോക്കിയേ. അതായത് ജീവനുള്ളവ എന്നും ജീവനില്ലാത്തവ എന്നും നമുക്ക് പട്ടികപ്പെടുത്തണം. അപ്പൊ ഇവിടെ ഫിഷ്, പിന്നെ ഏതാണ്? ക്രാബ്, ഡക്ക്, ക്രെയിൻ, ഫ്രോഗ്, സ്നേക്ക്, ടോർട്ടോയിസ്, ഗ്രാസ് ഹോപ്പർ, ഇതൊക്കെ എന്താണ്? ലിവിങ് തിങ്സ് ആണ് അല്ലെ, ജീവനുള്ള വസ്തുക്കളാണ്. അപ്പൊ ഏതൊക്കെയാണ്? ജലസസ്യങ്ങൾ, ചെറുമീനുകൾ, ഞണ്ട്, തവള, നീർക്കോലി, പിന്നെന്താണ്? ആമ, പായൽ, കൊക്ക്, ഇതൊക്കെ ജീവനുള്ള വസ്തുക്കളാണ്. ഇനി ജീവൻ ഇല്ലാത്തവ ഏതൊക്കെയാണ്? നോൺ ലിവിങ് തിങ്സ് ഏതൊക്കെയാണ്? സാൻഡ്, സ്റ്റോൺ, വാട്ടർ, എയർ. അതായത് ഇവിടെ വായു, മണ്ണ്, ജലം, കല്ല്, ഇതൊക്കെ എന്താണ്? ജീവൻ ഇല്ലാത്ത വസ്തുക്കളാണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ആവാസം അഥവാ ഹാബിറ്റേറ്റ് എന്നാണ്. അതായത് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു, ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് അല്ലെ. അതായത് ഓരോ ജീവികൾക്കും സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കോമ്പണൻസ്, ഒത്തിരി ഘടകങ്ങൾ, ഒത്തിരി ഫാക്ടേഴ്സ് അവിടെ അത്യാവശ്യമാണ്. അപ്പോ അതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്താണ് ആവാസം അഥവാ
ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞാൽ ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ സ്വാഭാവിക ചുറ്റുപാടിനെയാണ് എന്തെന്ന് പറയുന്നത്? ആവാസം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ സ്വാഭാവിക ചുറ്റുപാടിനെ എന്തെന്ന് വിളിക്കുന്നു? ആവാസം എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്? ദ നാച്ചുറൽ സറൗണ്ടിങ്സ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലിവ്സ് ആർ കോൾഡ് ഇറ്റ്സ് ഹാബിറ്ററ്റ്. അതായത് ഒരു ഓർഗാനിസത്തിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ആ നാച്ചുറൽ സറൗണ്ടിങ്സ് ഉൾപ്പെടുന്ന നാച്ചുറൽ സറൗണ്ടിങ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്. അപ്പോ ഏതെല്ലാം ആയിരിക്കാം അത്തരമുള്ള ആവാസങ്ങൾ അഥവാ ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്? ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതിൽ എന്തൊക്കെയാ കാണിച്ചിരിക്കുന്നത്? ഇതിൽ ആദ്യം കാണുന്ന പിക്ചർ ഏതാണ്? ആദ്യത്തേത് ഗ്രാസ് ലാൻഡ് അഥവാ പുൽമേടുകളാണ്. അടുത്തത് എന്താണ്? മരുഭൂമികളാണ് അല്ലെ, ഡെസേർട്ട് ആണ്. പിന്നെ ഇവിടെ എന്താണ്? കണ്ടൽ കാടുകൾ, മാംഗ്രൂവ്സ് ആണ്. അടുത്തത് ഏതാണ്? പോളാർ റീജിയൻ അഥവാ ധ്രുവ പ്രദേശമാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഓരോ ജീവികൾക്കും അവരുടെ ആ ഒരു അടിസ്ഥാന ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള അത് ഓരോ ജീവികളുടെയും ആവാസ വ്യവസ്ഥ ഇവിടെ കാണാനായിട്ട് നമുക്ക് പറ്റും. ഇതിലെല്ലാം ജീവിക്കുന്ന ഒത്തിരി ജീവികൾ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചു വന്നു ഓരോ ജീവികൾക്കും വ്യത്യസ്ത തരം ഭക്ഷണങ്ങളാണ്, വ്യത്യസ്ത തരം ആവാസങ്ങളാണ് അല്ലെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ ജീവിയുടെയും ഫുഡ് കാർഡ് അഥവാ ആഹാര കാർഡ് എങ്ങനെയാണ് ചിത്രത്തിൽ ഇവിടെ തന്നിരിക്കുന്നതെന്ന് നോക്കൂ. ഇവിടെ രണ്ട് ജീവികളെ തന്നിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ഒന്നൊരു ക്രോ ആണ്, അടുത്തത് ഏതാണ്? ഒരു ഗോട്ടാണ് അല്ലെ. ഒരു കാക്കനെ തന്നിട്ടുണ്ട്, ഒരു ആടിനെയും തന്നിട്ടുണ്ട്. അപ്പോ ഇവിടുത്തെ കാക്ക എന്തെല്ലാമാണ് ആഹാരമാക്കുന്നത്? ചെറുജീവികളെ ആഹാരമാക്കും, പഴങ്ങൾ ആഹാരമാക്കും അല്ലെ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, പിന്നെന്താണ്? മൃതാവശിഷ്ടങ്ങൾ, ഇതൊക്കെ കാക്ക ആഹാരമാക്കാറുണ്ട്. അപ്പൊ കാക്ക എന്തൊക്കെയാണ് ആഹാരമാക്കുന്നത്? സ്മോൾ ക്രിയേച്ചേഴ്സ് അല്ലെ, സ്മോൾ ക്രിയേച്ചേഴ്സിനെ ആഹാരമാക്കാറുണ്ട്. പിന്നെ എന്താണ്? ഫ്രൂട്ട്സ്, ഗ്രെയിൻസ്, പിന്നെ എന്താണ്? ഫുഡ് വേസ്റ്റ് അല്ലെ, പിന്നെ റിമൈൻസ് ഓഫ് ഡെഡ് ഓർഗാനിസം, അതായത് മൃതശരീരങ്ങൾ അല്ലെ, ഇതൊക്കെ എന്താക്കാറുണ്ട്? ആഹാരമാക്കാറുണ്ട്. ആരെ? കാക്ക അല്ലെ. ഇനി ഇത് തന്നെയാണോ ആടും കഴിക്കുന്നത്? അല്ല അല്ലെ, ആട് കഴിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായ, ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഫുഡാണ് അല്ലെ. എന്തൊക്കെയാണ് ആട് കഴിക്കുക? പുല്ല്, ഇലകൾ, ധാന്യങ്ങൾ അല്ലെ, അതായത് ഗ്രാസ്, ലീവ്സ്, ഗ്രെയിൻസ്, ഇതൊക്കെയാണ് ആര് കഴിക്കുന്നത്? ആട് കഴിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓരോ ജീവികൾക്കും അവരുടേതായിട്ടുള്ള എന്തുണ്ട്? ഒരു ഫുഡ് കാർഡ് ഉണ്ട് കേട്ടോ, ഒരു ഫുഡ് കാർഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ. ഈ പിക്ചറിൽ എന്തുണ്ട്? കുറെ ജീവികളുണ്ട് അല്ലെ. ഇതിൽ നിന്ന് നമ്മളൊരു ഭക്ഷ്യ ശൃംഖല അഥവാ ഒരു ആഹാര ശൃംഖല അല്ലെങ്കിൽ ഒരു ഫുഡ് ചെയിൻ എഴുതി നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ എന്തുണ്ട്? ഒരു സസ്യമുണ്ട് അല്ലെ, ഒരു പ്ലാന്റ് ഉണ്ട്, ഒരു ചെടിയുണ്ട്. ആ പ്ലാന്റിനെ ആരാണ് കഴിക്കുന്നത്? ഗ്രാസ് ഹോപ്പർ കഴിക്കും എന്ന് വിചാരിക്കും. അപ്പൊ നമുക്കിവിടെ ഒരു ഫുഡ് ചെയിൻ എഴുതി നോക്കാം. ഈ പ്ലാന്റിനെ ആര് കഴിക്കും? ഗ്രാസ് ഹോപ്പർ കഴിക്കും. ഗ്രാസ് ഹോപ്പറിനെ ആര് കഴിക്കും? ഇവിടത്തെ കോഴി അല്ലെ, hen കഴിക്കും, അല്ലെങ്കിൽ കോക്ക് കഴിക്കും. ഇനി കോഴി ആരാണ് കഴിക്കുന്നത്? കുറുക്കൻ കഴിക്കും അല്ലെ. കുറുക്കനെ ആരാണ് കഴിക്കുന്നത്? ഇനി നേരെ തിരിച്ചു വന്നാലോ, ഇവങ്ങനെയും ഒരു ഫുഡ് ചെയിൻ ഉണ്ടാക്കാം അല്ലെ. അതായത് മാൻ എന്ത് ചെയ്യും? പ്ലാന്റിനെ കഴിക്കും അല്ലെ. ഡീർ ഇവിടെ പ്ലാന്റിനെ കഴിക്കും. ഈ ഡീറിനെ ആര് കഴിക്കും? മാനിനെ ആര് കഴിക്കും? ഇവിടത്തെ ഈ കടുവ കഴിക്കും അല്ലെ. മാനിനെ ഇവിടത്തെ കടുവ കഴിക്കും. അപ്പോ ഇത് വെച്ച് ഇവിടെ ഈ കടുവ ഇല്ലാതായാൽ എന്താണ് സംഭവിക്കുക നോക്കൂ. അതായത് ഇവിടെ ഈ ഭക്ഷ്യശൃംഖലയില് കടുവ ഇല്ലാതായാൽ എന്താണ് സംഭവിക്കുക? അപ്പൊ ഇവിടുത്തെ ടൈഗർ അഥവാ കടുവ ഇല്ലാതായാൽ എന്താ സംഭവിക്കുക? ഇവിടെ മാനിനെ കഴിക്കാൻ ആളില്ലാതാവും അല്ലെ. അപ്പൊ മാനിനെ കഴിക്കാൻ ആളില്ലാതാവുമ്പോ എന്ത് ചെയ്യും? മാന്റെ എണ്ണം അവിടെ കൂടും അല്ലെ. ഒത്തിരി മാനുകള് അവിടെ ആയിട്ട് മാറും, ഒത്തിരി ഡീറുകൾ അവിടെ ഉണ്ടാവും അല്ലെ. അതേപോലെ തന്നെ ഇവിടെ നോക്കിയേ, ഫോക്സിനെ കഴിക്കാനും ആളില്ലാതാവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഒത്തിരി ഫോക്സിന്റെ എണ്ണവും കൂടും അല്ലെ. അപ്പൊ ഇവിടെ ഈ ഒരു ടൈഗർ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഡീറിന്റെ എണ്ണം കൂടും, അതേപോലെ തന്നെ ഫോക്സിന്റെ എണ്ണവും കൂടും അല്ലെ. അത് ഇവിടെ എന്താണ്? നമ്മുടെ ഒരു ആഹാര ശൃംഖലയ്ക്ക് എന്ത് വരുത്തും? ദോഷം വരുത്തും ട്ടോ. അപ്പൊ ഇവിടെ ഭക്ഷ്യശൃംഖലയുടെ ഏറ്റവും മുകളിലാണ് ആര് കിടക്കുന്നത്? കടുവകൾ കിടക്കുന്നത് അല്ലെ. അപ്പൊ കടുവകൾ ഇല്ലാതായാൽ കടുവയുടെ ഭക്ഷണമായിട്ടുള്ള മാൻ, കുറുക്കൻ, കാട്ടുപോത്ത് തുടങ്ങിയവയുടെ എണ്ണം ഇവിടെ എന്ത് ചെയ്യും? വർദ്ധിക്കും കേട്ടോ. ടൈഗേഴ്സ് ആർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഫുഡ് ചെയിൻ. So the disappearance of tiger can lead to the
ഓവർ പോപ്പുലേഷൻ ഓഫ് അനിമൽസ് സച്ച് ആസ് ഡെയർ, ഫോക്സ് എക്സെട്ര. അപ്പൊ നമ്മുടെ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ഈ ഒരു ചുറ്റുപാടില് ഓരോ ജീവികൾക്കും എന്തുണ്ട്? ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥാനങ്ങൾ ഉണ്ട് അല്ലെ? അതായത് ഏതെങ്കിലും ഒരു ജീവിവർഗം ഇല്ലാതായാൽ അത് എന്ത് ചെയ്യും? മറ്റു ജീവിവർഗങ്ങൾ പെരുകുന്നതിന് കാരണമാകും. അത് നമ്മുടെ ഈ ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ എന്ത് ചെയ്യും? ദോഷകരമായിട്ട് ബാധിക്കും. അടുത്ത നോക്കൂ, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇത് എന്തിന്റെ പിക്ചറാണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പിക്ചർ? അതായത് ഇത് ആഫ്രിക്കൻ കാറ്റ്ഫിഷ് അഥവാ ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്ന ഒരു മത്സ്യത്തിന്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ഇത് ഈ ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് പെറ്റുപെരുകും കേട്ടോ. പെട്ടെന്ന് അത് വളർന്ന് എന്ത് ചെയ്യും? പെരുകുന്നു. പെട്ടെന്ന് വളർന്ന് പെരുകും. അപ്പൊ കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായിട്ട് ഇതിനെ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. അപ്പോ അതിജീവനത്തിനായിട്ട് ഇത് നമ്മുടെ ഇവിടത്തെ ചില ജലാശയങ്ങളിലെല്ലാം കാണപ്പെടാറുണ്ട്. ഇപ്പൊ കേരളത്തിലെ ചില ജലാശയങ്ങളിലെല്ലാം ഈ ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്ന ഈ ഒരു മത്സ്യത്തെ കാണാറുണ്ട്. ഈ മത്സ്യം എന്താണ് ചെയ്യുന്നത്? ഇവിടെയുള്ള സ്വാഭാവികമായിട്ടുള്ള മത്സ്യത്തെ എന്ത് ചെയ്യാറുണ്ട്? ഇത് നാടൻ മത്സ്യങ്ങളെ ഇത് എന്തുണ്ട്? ഭക്ഷണമാക്കാറുണ്ട്, കഴിക്കാറുണ്ട്. അപ്പൊ ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ, എന്നാൽ ഈ ആഫ്രിക്കൻ മുഷിയെ ആഹാരമാക്കുന്ന ജീവികൾ എന്താണ്? നമ്മുടെ ഇവിടുത്തെ ജലാശയങ്ങളിൽ ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കും? അതായത് നമ്മുടെ നാട്ടിലേക്ക് ഈ ആഫ്രിക്കൻ മുഷി എത്തിക്കഴിഞ്ഞാൽ ഈ ആഫ്രിക്കൻ മുഷിയെ കഴിക്കുന്ന അല്ലെങ്കിൽ കഴിച്ച് നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ആഫ്രിക്കൻ മുഷിയെ കഴിക്കുന്ന ഒരു ജീവിയും നമ്മുടെ ജലാശയങ്ങളിൽ ഇല്ല. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ആഫ്രിക്കൻ മുഷി നമ്മുടെ ജലാശയങ്ങളിൽ ഒത്തിരി അങ്ങ് പെരുകും അല്ലെ? ഒത്തിരി അങ്ങ് പെരുകുമ്പോ ഇത് എന്ത് ചെയ്യും? നമ്മുടെ സാധാ നാടൻ മത്സ്യങ്ങളെല്ലാം ഇത് തിന്നു തീർക്കും അല്ലെ? അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടത്തെ ആ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷം സംഭവിക്കും. അപ്പോ എന്താ നമുക്ക് എഴുതി നോക്കിയാലോ അതിന്റെ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അതായത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണുന്നതും വളരെ പെട്ടെന്ന് പെരുകുന്നതുമായിട്ടുള്ള ഒരു മത്സ്യമാണ് ഇത് ഈ ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്ന മത്സ്യം. അപ്പൊ നമ്മുടെ നാട്ടിലെ ജലാശയങ്ങളിൽ ഇവ എത്തിയാൽ എന്താ സംഭവിക്കുക? അവ എത്തിയാൽ നാടൻ മത്സ്യങ്ങളെല്ലാം അവ എന്ത് ചെയ്യും? തിന്നു തീർക്കും അല്ലെ? എന്നാൽ ആഫ്രിക്കൻ മുഷിയെ ഇരയാക്കുന്ന ജലജീവികൾ നമ്മുടെ ജലാശയങ്ങളിലില്ല. ഇതെന്താണ്? ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷകരമാണ്. The African catfish is a fish found in the African continent. ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ കാണപ്പെടുന്ന ഒരു ഫിഷ് ഐറ്റം ആണ് ഇത് ആഫ്രിക്കൻ കാറ്റ്ഫിഷ് എന്ന് പറയുന്നത്. They grow and multiply very quickly. ഇത് വളരുന്നതും മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഇരട്ടിക്കുന്നതും വളരെ വേഗത്തിലാണ്. ഇഫ് ദേ റീച്ച് ദ വാട്ടർ ബോഡീസ് ഓഫ് അവർ കൺട്രി ഇറ്റ് ഫീഡ്സ് ഓൺ നേറ്റീവ് ഫിഷ് ഇൻ ദ വാട്ടർ ബോഡീസ്. ഇത് നമ്മുടെ വാട്ടർ ബോഡീസിലേക്ക്, നമ്മുടെ കൺട്രിയിലെ വാട്ടർ ബോഡീസിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും? ഇവിടുത്തെ നേറ്റീവ് ഫിഷിനെയൊക്കെ, വാട്ടർ ബോഡീസിലുള്ള നേറ്റീവ് ഫിഷിനെയൊക്കെ ഫീഡ് ചെയ്ത് തീർക്കും. അപ്പോ the organisms that feed on the African catfish are not found in our water bodies. അതേസമയം ഈ ആഫ്രിക്കൻ കാറ്റ്ഫിഷിനെ ഫീഡ് ചെയ്യുന്ന ഓർഗാനിസം ഒന്നും എവിടെയില്ല? നമ്മുടെ വാട്ടർ ബോഡിയിൽ, ഇവിടുത്തെ വാട്ടർ ബോഡിയിൽ ഇല്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് this will be harmful to the habitat. ഹാബിറ്ററ്റിന് എന്തായിട്ട് മാറും? ഹാംഫുൾ ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ഫുഡ് വെബ് പഠിച്ചു അല്ലെ? ഫുഡ് വെബ് അഥവാ ആഹാര ശൃംഖല ജാലം പഠിച്ചു അല്ലെ? അതിൽ നിന്ന് അപ്പൊ നമ്മൾ കുറച്ചു നേരത്തെ ഫുഡ് വെബ് അഥവാ ആഹാര ശൃംഖല ജാലം എന്താണെന്ന് പഠിച്ചു അല്ലെ? അതായത് ഒരു ജീവി മറ്റൊരു ജീവിയെ ആശ്രയിക്കുന്ന ആ ഒരു ആവാസ വ്യവസ്ഥയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത് അല്ലെ? ഫുഡിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ജീവി മറ്റൊരു ജീവിയെ ആശ്രയിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫുഡ് വെബ് അഥവാ ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ എന്ന് നമുക്ക് എഴുതി നോക്കിയാലോ? അപ്പൊ എന്താണ് ഫുഡ് ചെയിൻ അഥവാ ആഹാര ശൃംഖല എന്ന് പറയുന്നത്? അതായത് ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധത്തെയാണ് എന്ത് പറയുന്നത്? ആഹാര ശൃംഖല എന്ന് പറയുന്നത്. അതായത് സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് ദ ഫുഡ് ചെയിൻ. അപ്പൊ ഒരു ഫുഡ് വെബ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ആഹാര ശൃംഖല ജാലം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന്
ഒറ്റ സ്ട്രക്ചറിൽ നമ്മൾ എന്ത് ചെയ്യാം, അതായത് ഒരു സിംഗിൾ സീക്വൻസിൽ എന്ത് ചെയ്യുക, ഒരു ഫുഡ് ചെയിൻ, ഒരു ഫുഡിന്റെ ഒരു അവർ കഴിക്കുന്ന ആരൊക്കെ കഴിക്കുന്നു എന്ന് നമ്മൾ എഴുതി ചേർക്കുക. ഇതിനെയാണ് എന്തെന്ന് പറഞ്ഞത്, ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഒരു എന്ത് തന്നിട്ടുണ്ട്, ഒരു ഫുഡ് വെബ് തന്നിട്ടുണ്ട് അല്ലെ. ആ ഫുഡ് വെബിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു ഫുഡ് ചെയിൻ എഴുതാൻ പറ്റും? അതായത് ഇവിടെ പ്ലാന്റ് ഉണ്ട് അല്ലെ. ഇപ്പൊ പ്ലാന്റിനെ ഇവിടെ ആര് കഴിക്കും, വോം കഴിക്കും എന്ന് വിചാരിക്കും. പ്ലാന്റിനെ ഇവിടെ വോം കഴിക്കും. അപ്പൊ വോമിനെ ആര് കഴിക്കും, ഇവിടുത്തെ ആ കോഴി അല്ലെ, കോഴി കഴിക്കും. കോഴി ആരാണ് കഴിക്കുക, ഫോക്സ് അഥവാ കുറുക്കൻ കഴിക്കും അല്ലെ, കുറുക്കൻ കഴിക്കും. കുറുക്കനെ ആര് കഴിക്കും, വൾച്ചർ കഴിക്കും. അപ്പൊ ഇങ്ങനെ ഇത് ഒരു ഫുഡ് വെബ് ആക്കിയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോ ഇങ്ങനെ ഒരൊറ്റ സീക്വൻസിൽ, ഒരു സിംഗിൾ സീക്വൻസിൽ, ഒറ്റ ശ്രേണിയിലാക്കി എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോ ഇതുപോലെ ഒത്തിരി ഫുഡ് ചെയിൻ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പൊ നോക്കിയേ കുറച്ച് എക്സാമ്പിള്. അതായത് ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ പുല്ല് അഥവാ പ്ലാന്റ് അല്ലെ, പ്ലാന്റിനെ ആര് കഴിക്കും, പുൽച്ചാടി ഗ്രാസ് ഹോപ്പർ കഴിക്കും. ഗ്രാസ് ഹോപ്പറിനെ ആരാണ് കഴിക്കുക, ഫ്രോഗ് കഴിക്കും അല്ലെ. ഫ്രോഗിനെ ആര് കഴിക്കും, ഫ്രോഗിനെ സ്നേക്ക് കഴിക്കും. സ്നേക്കിനെ ആര് കഴിക്കും, വൾച്ചർ അഥവാ കഴുകൻ കഴിക്കും അല്ലെ, കഴുകൻ കഴിക്കും. അതൊരു ഫുഡ് ചെയിൻ ആക്കിയിട്ട് എഴുതാവുന്നതാണ്. അടുത്തൊരു ഫുഡ് ചെയിൻ നോക്കിയേ. ഇവിടെ പ്ലാന്റ് അല്ലെ, പ്ലാന്റിനെ ആര് കഴിക്കും, സ്കുറിൽ കഴിച്ചു എന്ന് വിചാരിക്കും. സ്കുറിലിനെ ആര് കഴിക്കും, സ്നേക്ക് കഴിക്കും അല്ലെ, അതായത് പാമ്പ് കഴിക്കും. സ്നേക്കിനെ ആര് കഴിക്കും, വൾച്ചർ കഴിക്കും അല്ലെ. ഇനി അടുത്തൊരെണ്ണം എഴുതാലോ, പുല്ല് അല്ലെ, ഗ്രാസിനെ ആര് കഴിക്കും, സ്കുറിൽ കഴിക്കും, അതായത് അണ്ണാൻ കഴിക്കും. അപ്പൊ അണ്ണാനെ ആര് കഴിക്കും, പൂച്ച കഴിക്കും അല്ലെ, കാറ്റ് കഴിക്കും. അണ്ണാനെ കാറ്റ് കഴിക്കും. അപ്പൊ അത് നമുക്ക് എന്താണ്, അടുത്തൊരു ഫുഡ് ചെയിൻ ആക്കി എഴുതാം. അടുത്തൊരെണ്ണം എങ്ങനെ എഴുതാൻ നോക്കൂ. ഗ്രാസിനെ ആര് കഴിക്കും, സ്കുറിൽ കഴിക്കും. ആ സ്കുറിലിനെ ആര് കഴിക്കും, ഫോക്സ് കഴിക്കും അല്ലെ, കുറുക്കൻ കഴിക്കും. കുറുക്കനെ ആര് കഴിക്കും, വൾച്ചർ കഴിക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒത്തിരി എന്തുണ്ടാക്കാൻ സാധിക്കും, ഫുഡ് ചെയിൻ നിങ്ങൾക്ക് എഴുതി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി ഇപ്പൊ എഴുതിയ ഒരു ഫുഡ് ചെയിനിൽ നിന്ന് ഫസ്റ്റ് ലിങ്കും ലാസ്റ്റ് ലിങ്കും ഒന്ന് എഴുതി നോക്കിയേ. അതായത് ഫസ്റ്റ് ലിങ്ക് ഏതാണ്, ഫസ്റ്റ് ലിങ്ക് ഗ്രാസ് ആണ് അല്ലെ. എല്ലാത്തിലും നോക്കിയേ, ഗ്രാസ് ആണ് ഫസ്റ്റ് ലിങ്ക് ആയിട്ട് വരുന്നത്. ലാസ്റ്റ് ലിങ്ക് ഏതാണ്, ലാസ്റ്റ് ലിങ്ക് ഇവിടെ എല്ലാം ഏതാണ്, വൾച്ചർ ആണ് വരുന്നത് അല്ലെ. ലാസ്റ്റ് ലിങ്കിൽ ഇവിടെ ഏതൊക്കെയാ വരുന്നത് നോക്കൂ, വൾച്ചർ വരുന്നുണ്ട്, പിന്നെ എന്താണ്, കഴുകൻ വരുന്നുണ്ട്, പാമ്പ് വരുന്നുണ്ട്, പൂച്ച വരുന്നുണ്ട്, കുറുക്കൻ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതാണ് ഇതിലത്തെ ഫസ്റ്റ് ലിങ്കും അതേപോലെ തന്നെ ലാസ്റ്റ് ലിങ്ക് ആയിട്ടും വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സസ്യങ്ങൾ എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നത്, അത് പ്ലാന്റ്സ് എങ്ങനെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ ഇവിടെ ഒരു പ്ലാന്റിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ പ്ലാന്റിനകത്ത്, അതായത് സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് എഴുതി നോക്കിയേ. കാർബൺ ഡൈ ഓക്സൈഡ് വേണം, പിന്നെ എന്ത് വേണം, സൂര്യപ്രകാശം വേണം, വെള്ളം വേണം, ഹരിതകം വേണം അല്ലെ. ഹരിതകം എന്ന് പറയുന്നത് ആ പച്ചപ്പ് കേട്ടോ, അതിന്റെ പച്ചപ്പ്, അതായത് ക്ലോറോഫിൽ വേണം. അപ്പൊ ഇവിടെ സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാമാണ്, കാർബൺ ഡൈ ഓക്സൈഡ്, സൺലൈറ്റ് അല്ലെ, സൺലൈറ്റ് സൂര്യപ്രകാശം വേണം, പിന്നെ എന്താണ്, വാട്ടർ അഥവാ വെള്ളം വേണം, പിന്നെ ക്ലോറോഫിൽ അഥവാ ഹരിതകം വേണം. അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ എന്നിവ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നുണ്ട് അല്ലെ. പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും യൂസ് ചെയ്തിട്ടാണ് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത്, ഫുഡ് മേക്ക് ചെയ്യുന്നത്, ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ അവർക്ക് എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്, ഫ്രം സൺലൈറ്റ്. സൺലൈറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, എനർജി കിട്ടുന്നത്. ഇനി അതിനാൽ ഈ പ്രവർത്തനത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. അപ്പൊ എന്താണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്, അതായത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ ക്ലോറോഫിൽ എന്ന് പറയുന്ന വർണ്ണകമാണ് സസ്യങ്ങളെ എന്താണ്, ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. അതായത് സസ്യങ്ങൾക്ക് പച്ച നിറം, ഗ്രീൻ കളർ കൊടുക്കുന്ന ഒരു പിഗ്മെന്റ് ആണ് ഇത്, ക്ലോറോഫിൽ അഥവാ ഹരിതകം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹരിതകമാണ് അഥവാ ക്ലോറോഫിൽ ആണ് എന്ത് ചെയ്യുന്നത്, സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്.
അതായത് ഈ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? ഓക്സിജൻ ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ചുറ്റുപാടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഓരോ ഇലകൾക്കും ഓരോ ഷേപ്പ് ആയിരിക്കും അല്ലെ. അതേപോലെ തന്നെ ഓരോ പ്ലാന്റിലും ഓരോ ചെടിയിലും ആ ഇലകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് വേറെ വേറെ മെത്തേഡിലായിരിക്കും അല്ലെ. അതായത് ഇപ്പൊ ചെമ്പരത്തിയുടെ ഇലകൾ പോലെ ആയിരിക്കില്ല എന്തിന്റെ ഇല, അപ്പൊ നമ്മൾ പറയുന്ന റോസാ ചെടിയുടെ ഇല അല്ലെങ്കിൽ തുളസി പ്ലാന്റിന്റെ ഇല ഒന്നും എന്തായിരിക്കുമില്ല ഒരുപോലെ ആയിരിക്കില്ല, ഒക്കെ വേറെ വേറെ ആയിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ചെടികളിൽ ഇങ്ങനെ ഒരു ക്രമീകരണം ചെടികളിലെ ഇലകളിൽ ഇത്തരം ഒരു ക്രമീകരണം വരുത്തിയിരിക്കുന്നത്? ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും? നമ്മൾ പറഞ്ഞു ചെടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ അവിടെ എന്താവശ്യമാണ്? സൺലൈറ്റ് ആവശ്യമാണ് അല്ലെ. അപ്പൊ മാക്സിമം സൺലൈറ്റ് കിട്ടത്തക്ക വിധത്തിലാണ്, അതായത് പരമാവധി സൂര്യപ്രകാശം കിട്ടുന്ന വിധത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഓരോ ചെടികളുടെ ഇലകളെയും അവര് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓരോ പ്ലാന്റിലത്തെയും ലീഫിനെ, ഓരോ ചെടികളുടെയും ഇലകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മാക്സിമം സൺലൈറ്റ് അവിടേക്ക് എത്തിച്ചേരുന്ന വിധത്തിലാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചുറ്റുപാടുമുള്ള കുറെ ചെടികൾ നിരീക്ഷിച്ചിട്ട് അവയിൽ ഒരേ രീതിയിൽ വരുന്ന ഇലകൾ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ടീച്ചർ ഇവിടെ അതിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ചേർക്കുന്നുണ്ട്. ഇതുപോലെ ചുറ്റുപാടുമുള്ള ചെടികളെല്ലാം നിരീക്ഷിച്ച് ഒരേ കാറ്റഗറിയിൽ വരുന്ന ചെടികൾ ഏതെല്ലാമാണെന്ന് കൂട്ടുകാരെ കണ്ടെത്തി ഇതുപോലെ അറേഞ്ച് ചെയ്യൂ കേട്ടോ. അപ്പോ നിങ്ങൾ ഇവിടെ പഠിച്ചു ഇലകൾക്ക് പച്ച നിറം കിട്ടുന്നത് ക്ലോറോഫിൽ അഥവാ ഹരിതകം എന്ന പിഗ്മെന്റ് ഉള്ളത് കൊണ്ടാണെന്ന് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ എല്ലാ ചെടികൾക്കും പച്ച നിറമാണോ? നിങ്ങൾ ഓർത്ത് നോക്കിയേ, അല്ല അല്ലെ. ചുവപ്പ് നിറമുള്ള ചെടികളുണ്ട് അല്ലെ. അങ്ങനെ പലതരത്തിലുള്ള ചെടികള് നമുക്ക് ചുറ്റും, സസ്യങ്ങള് അല്ലെങ്കിൽ ഇലകളൊക്കെ നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കും. അപ്പൊ കൂട്ടുകാർക്ക് ചെയ്തു നോക്കാനായിട്ട് ഇവിടെ ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്ത നിറങ്ങളുള്ള കുറെ ഇലകൾ ശേഖരിക്കാം. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക? ആ ഇലകളെ ഒരു ബ്ലോട്ടിംഗ് പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? റബ്ബ് ചെയ്ത് നോക്കുക, ഒന്ന് വരച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന നിറവും അതേപോലെ തന്നെ അതിന്റെ ശരിയായ നിറവും എങ്ങനെയാണെന്നാണ് ഈ ഒരു ചാർട്ടിൽ ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോ ടീച്ചർ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഒരു 3-4 പ്ലാന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്നും വ്യത്യസ്ത നിറങ്ങളുള്ള ഇലകൾ കണ്ടെത്തി അതിന്റെ കളറും യഥാർത്ഥ കളറും എങ്ങനെയാണെന്ന് എഴുതി നോക്കൂ കേട്ടോ. അപ്പോ നമ്മളിവിടെ പറഞ്ഞു ഇലകൾക്ക് എന്താണ്? പച്ച നിറം മാത്രമല്ല, പിന്നെ എന്താണ്? ചുവപ്പ് നിറമുള്ള ഇലകളുണ്ട്, ഓറഞ്ച് നിറമുള്ള ഇലകളുണ്ട് അല്ലെ, മഞ്ഞ നിറമുള്ള ഇലകളുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? അപ്പൊ പച്ച നിറം കിട്ടുന്നത് ഏതാണ്? ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് കൊണ്ടാണ് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നിറങ്ങളെല്ലാം കൊടുക്കാനായിട്ട് വ്യത്യസ്ത തരം പിഗ്മെന്റുകൾ ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് പഠിച്ചാലോ. അതായത് ചുവപ്പ് നിറം കിട്ടുന്നത് ഏത് പിഗ്മെന്റ് ഉള്ളത് കൊണ്ടാണ്? ഏതാണ്? ആന്ത്രോസയാനിൻ കേട്ടോ. ചുവപ്പ് നിറം കിട്ടുന്നത്, ഇപ്പൊ ചുവന്ന ചീര എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ അത്തരം ഇലകൾക്ക് ചുവപ്പ് നിറം കിട്ടുന്നത് ഏത് പിഗ്മെന്റിന്റെ പ്രസൻസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഏത് പിഗ്മെന്റ് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഏത് വർണ്ണകം ഉള്ളത് കൊണ്ടാണ്? ആന്തോസയാനിൻ എന്ന വർണ്ണകം ഉള്ളത് കൊണ്ടാണ് ഇലകൾക്ക് എന്ത് നിറം കിട്ടുന്നത്? ചുവപ്പ് നിറം കിട്ടുന്നത്. ഇനി ഓറഞ്ച് നിറം കിട്ടുന്നതോ? കരോട്ടിൻ കേട്ടോ. ഓറഞ്ച് നിറം കിട്ടുന്നത് കരോട്ടിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് അഥവാ വർണ്ണകം ഉള്ളത് കൊണ്ടാണ്. ഇനി ഇലകൾക്ക് മഞ്ഞ നിറം കിട്ടുന്നത് എങ്ങനെയാണ്? സാന്തോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉള്ളത് കൊണ്ടാണ് ഇലകൾക്ക് എന്ത് കിട്ടുന്നത്? മഞ്ഞ നിറം കിട്ടുന്നത്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒത്തിരി ഗ്യാസസ് അഥവാ ഒത്തിരി വാതകങ്ങൾ ഉണ്ട് അല്ലെ. ഇപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വാതകങ്ങളുടെ ഒരു വിതരണം എങ്ങനെയാണെന്ന് നോക്കുന്നു ഇവിടെ തന്നിരിക്കുന്നത്. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വാതകം ഏതാണ്? നൈട്രജൻ ആണ് അല്ലെ. നൈട്രജൻ ഏതാണ്? പിന്നെ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട് അല്ലെ. പിന്നെ എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, പിന്നെ ആർഗൺ ഉണ്ട്, പിന്നെ അതുപോലെ മറ്റുള്ള ഗ്യാസസ് എല്ലാം
എവിടെയുണ്ട്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് സസ്യങ്ങൾ എന്താണ് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. അതായത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന്, പ്രകാശ സംശ്ലേഷണത്തിന് പ്ലാന്റ്സ് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ജീവികൾ ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഓക്സിജൻ ആണ് അല്ലെ. ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഓക്സിജൻ ആണ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണത്തിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഓക്സിജൻ ആണ്. അപ്പോ ജീവികൾക്ക് ജീവിക്കാൻ എന്താവശ്യമാണ്? ഊർജം അഥവാ എനർജി ആവശ്യമാണ് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിനും സസ്യങ്ങളിലും ശ്വസനം നടക്കണമെങ്കിൽ എന്ത് വേണം? എനർജി വേണം അഥവാ ഊർജം വേണം. അപ്പൊ ആ ഊർജത്തിന്റെ വിതരണം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഊർജം എങ്ങനെയാണ് കിട്ടുന്നത് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ സസ്യങ്ങളിലും എന്ത് നടക്കുന്നുണ്ട്? ശ്വസനം നടക്കുന്നുണ്ട് അല്ലെ. സസ്യങ്ങളിൽ എങ്ങനെയായിരിക്കും ശ്വസനം നടക്കുന്നത്? ഇലകളിലുള്ള, അതായത് സ്റ്റൊമാറ്റ എന്ന് പറയുന്ന സൂക്ഷ്മ സുഷിരങ്ങൾ വഴിയാണ് എന്ത് നടക്കുന്നത്? അന്തരീക്ഷവായു എവിടേക്ക് കടക്കുന്നത്? സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് സസ്യങ്ങളിൽ എന്ത് നടക്കുന്നത്? ശ്വസനം നടക്കുന്നത് കേട്ടോ. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജനെ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് തള്ളുന്നതും ഈ ഒരു സ്റ്റൊമാറ്റ വഴിയാണ്, ഈ ഒരു സുഷിരങ്ങളിലൂടെയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നുണ്ട്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞത് അല്ലെ. പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ് അല്ലെ. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ ഉപയോഗിച്ചുകൊണ്ടാണ് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടത്തുന്നത്. അതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ് അല്ലെ. അങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജൻ ആണ് നമ്മളും ജീവികളും ഒക്കെ എന്ത് ചെയ്യുന്നത്? ശ്വസിക്കുന്നത്. അപ്പൊ ഇത് നമ്മളിവിടെ പഠിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്ലാന്റ്സും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഒരു മാവ് മരം തന്നിട്ടുണ്ട് അല്ലെ. അതായത് ഇവിടെ ഒരു മാവ് മരം തന്നിട്ടുണ്ട് അല്ലെ. ഈ മാവ് മരം എന്താണ് പറയുന്നതെന്ന് നോക്കൂ. ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. അപ്പൊ മാവുമരം എന്താണ് പറയുന്നത്? ഞാനൊരു മാവാണ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ എന്ത് ചെയ്യുന്നു? സ്വയം നിർമ്മിക്കുന്നു. ഇനി മാവിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് വളരുന്ന ഇത്തിൾ കണ്ണികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ഇത്തിൾ കണ്ണി എന്താണ് പറയുന്നതെന്ന് നോക്കൂ. ഞാൻ ഇത്തിൾ കണ്ണി, ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു, പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അപ്പൊ ഇത്തിൾക്കണ്ണി പറയുന്നത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട്, പക്ഷേ ജലവും ലവണങ്ങളൊക്കെ ഞാൻ എവിടെ നിന്നാണ് വലിച്ചെടുക്കുന്നത്? മാവിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. ഇനി അടുത്തത് ആരാ നോക്കിയേ? ഇതൊരു മരവാഴ കേട്ടോ. അപ്പൊ മരവാഴ എന്താണ് പറയുന്നത്? എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു, പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നുണ്ട്, പക്ഷെ എന്താണ്? എനിക്ക് ഇരിക്കാനായിട്ട് സ്ഥലം വേണം. അടുത്ത ആളാണ് മൂടില്ലാത്ത ആളി കേട്ടോ. അപ്പൊ ആളെന്താ പറയുന്നത്? ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല, എനിക്ക് വേണ്ട പോഷക ഘടകങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അപ്പൊ മാവില് പറ്റിപ്പിടിച്ച് വളരുന്ന 3-4 ചെടികൾ പറയുന്നതാണ് നമ്മൾ ഇവിടെ കേട്ടത്. അപ്പൊ ഇതിൽ നിന്ന് മാവ്, പിത്തിൾക്കണ്ണി, മൂടില്ലാത്താളി, മരവാഴ അല്ലെ എന്നിവയുടെ സംഭാഷണമാണ് ഇപ്പൊ നമ്മൾ കേട്ടത് കേട്ടോ. അപ്പൊ ഈ സംഭാഷണത്തിൽ നിന്ന്, അതായത് നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസിന് എന്തൊക്കെ ആവശ്യമാണ്? സൺലൈറ്റ് ആവശ്യമാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ ഈ സസ്യങ്ങൾക്ക് ഏത് രീതിയിലാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോ ഇവിടെ നോക്കൂ, മരവാഴ അല്ലെ. ഈ മരവാഴ ശ്രദ്ധിച്ചാൽ ഇതിൽ 2 തരം വേരുകൾ ഉണ്ട് അല്ലെ. അപ്പൊ എന്തിനായിരിക്കും ഇതിനിങ്ങനെ 2 തരം വേരുകൾ കൊടുത്തിരിക്കുന്നത്? അതായത് ഇവിടെ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന കട്ടിയുടെ വേരുകൾ എങ്ങനെയാണ് വളർന്നു നിൽക്കുന്നത് നോക്കൂ. അതായത് ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ചു വളരാൻ സഹായിക്കുന്നു. ഈ ചെറിയ വേരുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ വേരുകൾ മരവാഴ എന്ത് ചെയ്യുന്നുണ്ട്? മരത്തിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് വളരാനായിട്ട് സഹായിക്കുന്നുണ്ട്. എന്നാൽ കട്ടി കൂടിയ വേരുകൾ എന്താണ് ചെയ്യുന്നത്? കട്ടി കൂടിയ വേരുകൾ ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന്, അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ എന്ത് ചെയ്യുന്നത്?
ഈ ഒരു ആതിഥേയ സസ്യത്തെ ആശ്രയിക്കുന്നത്. അപ്പൊ ഇത്തരം സസ്യങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് എപ്പിഫൈറ്റുകൾ ട്ടോ. എപ്പിഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ജീവിക്കാൻ വേണ്ടി, അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടി മാത്രം, അതായത് ആതിഥേയ സസ്യങ്ങളെ, അതായത് വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ തിരഞ്ഞെടുക്കുന്ന സസ്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ എന്താണ്? ഓർക്കിഡ് എന്താണ്? എപ്പിഫൈറ്റിനുള്ള ഉദാഹരണമാണ്. അതായത് ഇവിടെ സ്മോൾ റൂട്ട് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് wanted to grow by clinging on to the tree. അതായത് ആ ട്രീയിൽ എന്ത് ചെയ്യാനായിട്ടാണ്? ക്ലിങ് ചെയ്യാനായിട്ട്, പറ്റി പിടിച്ച് വളരാനായിട്ട് അത് എന്ത് ചെയ്യുന്നു? സ്മോൾ റൂട്ട് ഹെൽപ്പ് ചെയ്യുന്നു. തിക്ക് റൂട്ട് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? തിക്ക് റൂട്ടിന്റെ ഫംഗ്ഷൻ എന്താണ്? അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യുന്നത് ആരാണ്? തിക്ക് റൂട്ടാണ് അല്ലെ? തിക്ക് റൂട്ടാണ്. ദേ ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ്സ് ഓൺലി ഫോർ ഹാബിറ്റേറ്റ്. അതായത് ഇവിടെ ഹോസ്റ്റ് പ്ലാന്റിനെ ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒരു ഹാബിറ്റേറ്റ് മാത്രമായിട്ടാണ്, ഒരു ആവാസ സ്ഥലം, ഒരു ആവാസ വ്യവസ്ഥ മാത്രമായിട്ടാണ് ഒരു ആവാസമായിട്ട് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് എപ്പിഫൈറ്റ്സ്. അപ്പൊ ഇത്തരം പ്ലാന്റ്സിനെ നമ്മൾ പറയുന്ന പേരാണെന്ന് എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിൾ ഓർക്കിഡ് ട്ടോ. ഓർക്കിഡ് ഇതിനുള്ളൊരു മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. Can the growth of epiphytes harm the host plant? ഹോസ്റ്റ് പ്ലാന്റിന്, ആതിഥേയ സസ്യത്തിന് എന്തെങ്കിലും ഹാംഫുൾ ആവുന്നുണ്ടോ, ദോഷകരമാവുന്നുണ്ടോ ഈ എപ്പിഫൈറ്റ്സ് വളരുന്നത് കൊണ്ട്? ഇല്ല. ഈ എപ്പിഫൈറ്റ്സ് വളരുന്നത് കൊണ്ട് ഹോസ്റ്റ് പ്ലാന്റിന് പ്രത്യേകിച്ച് ദോഷമൊന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? അതായത് അതിന്റെ ചെറിയ വേരുകൾ, സ്മാൾ വേരുകൾ എന്താണ്? മരത്തില് പറ്റി പിടിച്ച് വളരുകയാണ് ചെയ്യുന്നത് അല്ലെ? പറ്റി പിടിച്ച് വളരാൻ എപ്പിഫൈറ്റുകളെ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യുന്നില്ല? ഇത് ആ ഹോസ്റ്റ് പ്ലാന്റിന് എന്ത് ചെയ്യുന്നില്ല? ഒരു തരത്തിലുള്ള ദോഷവും വരുത്തുന്നില്ല. അടുത്ത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സസ്യമാണത് ഇത്തിൽക്കണ്ണി അഥവാ ലോറന്തസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ലോറന്തസ് എന്താണ് ചെയ്യുന്നത്? ഈ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി എന്ത് ചെയ്യുന്നു? സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇത്തരം സസ്യങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് സെമി പാരസൈറ്റ്സ് അഥവാ പരാദങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ലോറന്തസ് മേക്സ് ഇറ്റ്സ് ഓൺ ഫുഡ് ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന്, ആതിഥേയ സസ്യത്തിൽ നിന്ന്, ഇവിടെ ഹോസ്റ്റ് പ്ലാന്റ് ഏതാണ്? മാവുമരമാണ് അല്ലെ? മാംഗോ ട്രീ ആണ്. അപ്പൊ ആ മാംഗോ ട്രീയിൽ നിന്ന് വാട്ടറിനെയും മിനറൽസിനെയും അബ്സോർബ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ആര് ചെയ്യുന്നത്? ലോറന്തസ് അഥവാ ഇത്തിൽക്കണ്ണി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം പ്ലാന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സെമി പാരസൈറ്റ്സ് അഥവാ അർദ്ധപരാദങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അടുത്തൊരു പ്ലാന്റ് ഏതാണ്? കസ്കട്ട അഥവാ മൂടില്ലാത്താളി. മൂടില്ലാത്താളി എന്താണ് ചെയ്യുന്നത്? അതായത് ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ന്യൂട്രീഷ്യസ് അബ്സോർബ് ചെയ്തിട്ട്, പോഷകഘടകങ്ങൾ വലിച്ചെടുത്തിട്ട് ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന്, ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ആർക്കുള്ളത്? ഈ മൂടില്ലാത്താളി അഥവാ കസ്കട്ടയ്ക്ക് ഉള്ളത്. കസ്കട്ട എന്ന് പറയുന്നത്, കസ്കട്ട പ്ലാന്റ്സ് ഹാവ് റൂട്ട്സ് that can absorb nutrients from the host plant. ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാൻ ആർക്ക് കഴിയും? ഈ കസ്കട്ട പ്ലാന്റ്സിന്റെ റൂട്ടിന്. അതുകൊണ്ട് തന്നെ ആതിഥേയ സസ്യത്തിൽ നിന്നും, ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നും ഈ ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള, അതായത് കസ്കട്ട പോലുള്ള സസ്യങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ടോട്ടൽ പാരസൈറ്റ്സ് അഥവാ പൂർണ്ണ പരാദങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ടോട്ടൽ പാരസൈറ്റ്സ് അഥവാ പൂർണ്ണ പരാദങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോ ഇത്രയൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഈ പാഠഭാഗത്തിന്റെ ആക്ടിവിറ്റീസും കൂടി ഒന്ന് നോക്കാം. അപ്പൊ നമ്മള് നേരത്തെ ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസ് അഥവാ പ്ലാന്റ്സിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ചോദ്യം നോക്കൂ. അതായത് ചുവപ്പ് നിറത്തോടു കൂടിയ ഇലകളുള്ള സസ്യങ്ങൾക്ക്
സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ദ പ്ലാന്റ്സ് വിത്ത് റെഡ് കളേർഡ് ലീവ്സ് cannot prepare food by themselves. അതായത് അവയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. യോജിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? എന്തുകൊണ്ടാണ്? നമ്മൾ അവിടെ നേരത്തെ ഓരോ ഇലകളും നിങ്ങൾ പരിശോധിച്ച് അതിന്റെ പിഗ്മെന്റ്സ് വേർതിരിച്ചെടുക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ ഒരു ചാർട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് കണ്ടിട്ടുണ്ടായിരുന്നത്? എല്ലാ ലീവ്സിനകത്തും എന്തുണ്ട്? അതവിടെ എന്താ പറയാ, ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചുവന്ന നിറമുള്ള ഇലകളിലും എന്തുണ്ട്? ഹരിതകമുണ്ട് അല്ലെ? അപ്പൊ ചുവന്ന നിറമുള്ള ഇലകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇലകളുടെ ചെടികൾക്ക് ഹരിതകം ഉള്ളത് കൊണ്ട് തന്നെ പ്രകാശ സംശ്ലേഷണം വഴി സ്വന്തമായിട്ട് ഭക്ഷണം തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ എന്താണ്? ഐ ഡോണ്ട് എഗ്രി വിത്ത് സ്റ്റേറ്റ്മെന്റ് അല്ലെ? നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നില്ല? എഗ്രി ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ദ റെഡ് കളേർഡ് ലീവ്സ് കണ്ടെയ്ൻ ക്ലോറോഫിൽ. റെഡ് കളർ ലീവ്സിൽ എന്ത് അടങ്ങിയിട്ടുണ്ട്? ക്ലോറോഫിൽ ഉണ്ട് അല്ലെ? അപ്പൊ പ്ലാന്റ്സ് വിത്ത് റെഡ് കളർ ലീവ്സ് ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ത്രൂ ഫോട്ടോസിന്തസിസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ. അപ്പൊ ക്ലോറോഫിലിന്റെ പ്രസൻസിൽ അവയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യത്തിൽ ഇവിടെ ഒരു ഫുഡ് വെബ് തന്നിട്ടുണ്ട് അല്ലെ? അതായത് ആ ഫുഡ് വെബിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇതില് ഈ ആഹാര ശൃംഖല ജാലത്തിലെ ഫുഡ് വെബില് ഫ്രോഗിന്റെ എണ്ണം കുറഞ്ഞാൽ, ഫ്രോഗ് ഡിക്രീസ് ആയാൽ, ഫ്രോഗിന്റെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഇവിടെ എന്തൊക്കെയാണ് ഫ്രോഗ് എന്തിനൊക്കെയാണ് ഇവിടെ കഴിക്കുന്നത് നോക്കൂ. മൊസ്കിറ്റോനെ കഴിക്കുന്നുണ്ട്, പിന്നെ എന്തിനെയാണ് കഴിക്കുന്നത്? ഗ്രാസ് ഹോപ്പറിനെയും കഴിക്കുന്നുണ്ട് അല്ലെ? ഇവിടെ എന്താണ് ഫ്രോഗ് കഴിക്കുന്നത്? തവള കഴിക്കുന്നത് എന്തിനെയാണ്? കൊതുകിനെ കഴിക്കുന്നുണ്ട്, പിന്നെ എന്താണ്? പുൽച്ചാടിയെ കഴിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ തവളയെ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? പുൽച്ചാടിയെയും കൊതുകിനെയും കഴിക്കാൻ ആരും ഇല്ലാതാവും. അപ്പൊ എന്ത് സംഭവിക്കും? പുൽച്ചാടിയും കൊതുകും ഒത്തിരി ഇവിടെ എന്ത് ചെയ്യും? പെറ്റുപെരുകും അല്ലെ? ഒത്തിരി ജീവികളായിട്ട് അവ മാറും. അപ്പൊ തവളകളുടെ എണ്ണം കുറഞ്ഞാൽ കൊതുകുകളുടെയും പുൽച്ചാടികളുടെയും എണ്ണത്തിൽ എന്തുണ്ടാവും? വർധനവുണ്ടാകും. ഇത് ആവാസ വ്യവസ്ഥയ്ക്ക് കാര്യമായ നാശമുണ്ടാകും. If the number of frogs decreases, there will be an increase in the number of mosquitoes and grasshoppers, which could lead the significant damage to the ecosystem. Ecosystem ഒരു significant damage കൊണ്ടുവരും. അടുത്ത് നോക്കൂ, ഇവിടെ ഒരു ട്രീ തന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ ഒരു മരത്തിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ഈ ചിത്രം നിരീക്ഷിച്ച് സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയത്തിലെ ഘട്ടങ്ങൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് ഗ്യാസസ് എക്സ്ചേഞ്ച് എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റർ ദ പ്ലാന്റ് അല്ലെ? അപ്പൊ ആദ്യം എന്താണ് സംഭവിക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് എയർ, അത് അന്തരീക്ഷ വായു എവിടേക്ക് എത്തും? സസ്യങ്ങളിലേക്ക് എൻറ്റർ ചെയ്യും, സസ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ഈ സസ്യങ്ങൾ എന്ത് ചെയ്യും? അവിടെയുള്ള ആ അന്തരീക്ഷ വായുവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ട് എന്ത് നടത്തും? ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം നടത്തും അല്ലെ? അങ്ങനെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിന്റെ ഫലമായിട്ട് ഏത് ഗ്യാസ് ആണ് റിലീസ് ആവുന്നത്? ഓക്സിജൻ റിലീസ് ആവും അല്ലെ? ഓക്സിജൻ റിലീസ് ആവും. ഈ ഓക്സിജൻ റിലീസ് ആവുന്ന ഓക്സിജനെ എന്ത് ചെയ്യും? അത് അബ്സോർബ് ചെയ്യും അല്ലെ? റിലീസ് ആവുന്ന ഓക്സിജനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവും കേട്ടോ. അപ്പൊ ഓക്സിജൻ പുറത്തു വിടുന്നു, പിന്നെ എന്ത് സംഭവിക്കുന്നു? ഓക്സിജനെ അബ്സോർബ് ചെയ്യുന്നു. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. അപ്പൊ ഇങ്ങനെയാണ് ആ ഗ്യാസസ് എക്സ്ചേഞ്ച് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഈ പാഠഭാഗം കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 5ാം ക്ലാസ്സിലെ മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് ക്ലാസ്സുകളും കാണാവുന്നതാണ്. അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.